Hi students, good morning everybody. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആയിരുന്നു. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇത്തിരി നമുക്ക് ടഫായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ടു ക്ലോസ് ഇൻ്റർവൽ 4 ഓപ്പൺ ഇൻഫിനിറ്റി ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് ഗിവൺ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻഡ് ആണ്, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4. അതിൻ്റെ ഇൻവേഴ്സ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4 എന്ന് നമുക്ക് ഇൻവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ ഇൻവേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ്. നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ ഒക്കും. ഒന്നെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ 1 ഓണ്ടുമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ, ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ദ ഇൻവേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ വി ക്യാൻ ഡിഫൈൻ അനദർ ഫംഗ്ഷൻ ഫ്രം ബി ടു എ. ബിയിൽ നിന്ന് എയിലോട്ട് നമുക്ക് തിരിച്ചൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനൊക്കെ സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നതും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈക്വലായിട്ട് മാറണം, അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്ന് പറയുന്നത് വൈ ആവണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ ആവണം. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ പറയാൻ പോകുന്നതാണ്. നമുക്ക് ഒരു ഫംഗ്ഷന് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഇൻവെർട്ടബിൾ ആണോ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമുക്ക് ഇൻവേഴ്സ് ഗിവൺ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോ ദാറ്റ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ദിസ് വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞതില്ല, രണ്ടാമത്തെ മെത്തേഡ്, അതായത് കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും എപ്പോഴും ബെറ്റർ വേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ടത് ഇൻവേഴ്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കോഡൊമൈനിൽ നിന്ന് ഇവിടുത്തെ ഡൊമൈനിലോട്ടാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ആം ഡിഫൈനിങ് എ ഫംഗ്ഷൻ ജി ഫ്രം ക്ലോസ്ഡ് ഫോർ ഓപ്പൺ ഇൻഫിനിറ്റി ടു ആർ പ്ലസ് ബൈ. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എഴുതുന്നു ഡിഫൈൻ ജി ഫ്രം ക്ലോസ്ഡ് ഫോർ ഓപ്പൺ ഇൻഫിനിറ്റി ടു ആർ പ്ലസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു, അതായത് നമുക്കിവിടെ എഫ് ഇൻവേഴ്സ് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ എഫ് ഇൻവേഴ്സിന് പകരം നമ്മൾ എന്തെന്ന് വിളിക്കുക, ജി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പം ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4. ഓക്കെ, കാരണം ഇവിടെ നോക്കിയാൽ 4 മുതൽ ഇങ്ങോട്ടുള്ള ഏത് റിയൽ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ 4 കാട്ടി താഴെയുള്ള റിയൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ റൂട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറയാം ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് വൈ മൈനസ് 4 ഈക്വൽ ആണ്. കാരണം ഇവിടെ 4 മുതലുള്ള വാല്യൂസുകൾ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ റൂട്ട് ഓഫ് വൈ മൈനസ് 4 ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ബൈ ഡെഫിനിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്? ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് ജി ഓഫ് വൈ എന്ന് പറയുന്നത്? ജി ഓഫ് വൈ ഇസ് റൂട്ട് ഓഫ് വൈ മൈനസ് 4. ദെൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 4. ജി ഓഫ് കെ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ മൈനസ് 4, isn't it? Then what about ജി ഓഫ് എഫ് ഓഫ് എക്സ്? It is root of f of x minus 4, isn't it? What is f of x? F of x is defined, given. It is f of x is equal to x square plus 4. So we can write root of x square plus 4 minus 4. Plus 4 and minus 4 got cancelled. So we get root of x square. What is root of x square? It is x. So g composition f of x എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നു? x ആയിട്ട് കിട്ടിയിരിക്കുന്നു, isn't it? Now let's find out the f composition g of y. F composition g of y by definition it is f of g of y. അതെന്ന് പറയുന്നത് f of g of y ക്ക് ഈക്വലാണ്. Okay, what about f of g of y? What is f of x? It is x square plus 4. Then f of g of y, x നും പകരം നമ്മൾ എന്ത് കൊടുക്കുക, g of y കൊടുക്കുക. g of y the whole square plus
വാട്ട് ഈസ് ജി ഓഫ് വൈ? ജി ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റൂട്ട് ഓഫ് വൈ മൈനസ് 4 ആണെന്ന്. സോ ഇറ്റ് ഈസ് ഗിവൻ ബൈ റൂട്ട് ഓഫ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. റൂട്ട് കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കെക്ക് ഈക്വൽ ആണ്. അപ്പോൾ റൂട്ട് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 4 പ്ലസ് 4. മൈനസ് 4 ആൻഡ് പ്ലസ് 4 ഗോട്ട് ക്യാൻസൽഡ്, സോ വി ഗെറ്റ് വൈ. ദാറ്റ് ഈസ് നമുക്ക് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ പ്ലസ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു y for all y element of closed for open infinite. That is, both these composition functions are identity functions. That is, we get the same image as x. Okay, so we can say that f composition g is equal to g composition f is equal to I. Okay, therefore f inverse of f is invertible and f inverse is given by g. F inverse is equal to g. Therefore, f inverse of y is equal to g of y. What about g of y? G of y is defined as root of y minus 4. So we get root of y minus 4. That is inverse of f. F inverse of y is equal to root of y minus 4. That's all. Okay. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് ആൻഡ് അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ദിസ് വൺ ഇസ് ദി ഇൻവേഴ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പോസിഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ല നമുക്കൊരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു ഫംഗ്ഷൻ സിമ്പിളായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്, ഇഫ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് 1 1 ആൻഡ് 1 2 ഡയറക്ട്ലി നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് 1 1 1 2 നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വി യൂസ് ദ മെത്തേഡ് 1 1 ആൻഡ് 1 2. ഓക്കെ, if the function is both 1 1 and 1 2, we can say that the function is invertible. If so, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ 1 2 എന്ന് പറയുന്ന കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നതിൻ്റെ ആ ഭാഗം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എഴുതാൻ നോക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ മോഡലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെ. നേരത്തെ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് വന്നിരുന്നു, ഇവിടെ 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 വന്നിരിക്കുന്നു. നേരത്തെ പ്രോബ്ലത്തിൻ്റെ എളുപ്പം എന്ന് പറയുന്നത് നമുക്കിവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിൾ ടൈം ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് എക്സിൻ്റെ ടൈം എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേസിനകത്ത് നമുക്ക് എക്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 എണ്ണം വന്നിരിക്കുന്നു, കാരണം എക്സ് സ്ക്വയറിൻ്റെ ടൈം വന്നിരിക്കുന്നു, എക്സിൻ്റെ ടൈമും വന്നിരിക്കുന്നു. ഓക്കെ, അവിടെ നമുക്ക് ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ പ്ലസ് 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. അപ്പം ഞാൻ നേരത്തെ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞ കണക്ക് ഇൻവേഴ്സ് ഗിവൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഷോ ദാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നതാണ് ഇൻവേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഷോ ദാറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ വേ. ശരിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന സംഗതി ഇത്രയാണ്. എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ പ്ലസ് 2 ക്ലോസ് ഇൻ്റർവൽ -5 ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 ആൻഡ് ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടബിൾ വിത്ത് എഫ് ഇൻവേഴ്സ് ഇസ് ദിസ് വൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നത് വി ഹാവ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ ഫ്രം ദ കോഡൊമൈൻ ഓഫ് എഫ് ടു ദ ഡൊമൈൻ. So we define function, define g from closed -5 open infinite to r plus. Okay, by നമുക്ക് എന്ത് എഴുതാറ്, g of y is equal to ആ ഇൻവേഴ്സ് നോക്കിയിട്ട് അതേ കണക്ക് നമ്മളിവിടെ എടുത്ത് എഴുതണം ഫംഗ്ഷൻ റൂട്ട് ഓഫ് y plus 6 minus 1 divided by 3. Okay, so the function g is defined. Now we have to determine whether the composition f composition g and g composition f are identity function or not. If we get the identity function, we will say that the function is invertible. നമുക്ക് ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഇവിടെയും നമ്മൾ ചെയ്യുന്ന നേരത്തെ ചെയ്ത കണക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഞാൻ കണ്ടുപിടിക്കുന്നു. ബൈ ഡെഫിനിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. What about g of y? It is root of y plus 6 minus 1 divided by 3. Then what is g of f of x?
It is root of f of x plus 6 minus 1 divided by 3. Isn't it? Is equal to root of f of x. Where is f of x? F of x is here only. 9x square plus 6x minus 5. So we can write 9x square plus 6x plus minus 5 plus 6 minus 1 divided by 3. Okay? Listen very carefully here. Root of 9x square plus 6x and here we get minus 5 plus 6. Minus 5 plus 6 is given by plus 1 divided by minus 1 divided by 3 whole divided by 3. And what about this one? 9x square plus 6x plus 1. 9x square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x the whole square ആണ് അല്ലേ? പ്ലസ് ഇതെന്ന് പറയുന്നത് 2 into 3x ആണ്. ഇൻറ്റു 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല, അപ്പോഴും 6x തന്നെയാണ്, പ്ലസ് 1 സ്ക്വയർ. See, it is a square plus 2ab plus b square മോഡലിലല്ലേ കിടക്കുന്നത്. What is a square plus 2ab plus b square? It is a plus b the whole square. So we can write 3x plus 1 the whole square. Okay. So we can write here it is root of 3x plus 1 the whole square minus 1 divided by 3. അപ്പോൾ ഈ കാണുന്ന ഇതിന് മൊത്തത്തിലാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 3x plus 1 the whole square കിട്ടിയിരിക്കുന്നത്. Okay. So we can write is equal to root of, what about root of 3x plus 1 the whole square? 3x plus 1 the whole square root എന്ന് പറയുന്നത് 3x plus 1 തന്നെയാണ്. So we can write it is 3x plus 1 minus 1 divided by 3. Plus 1 and minus 1 got cancelled. So we can write 3x divided by 3. What is 3x divided by 3? It is x. Isn't it? So we get decomposition f of x is equal to x. Now let's determine what about f composition g of y. F composition g of y is, f composition g of y by definition it is f of g of y. Okay. What about f of g of y? g of y എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. g of y എന്ന് പറയുന്നത് അതുമാണ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന g of y അതായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. f of g of y എന്ന് പറയുന്ന നേരത്ത് ഇവിടെ എക്സിൻ്റെ പ്ലേസിലല്ല നമ്മൾ g of y കൊടുക്കണം. then we get 9 into g of y the whole square plus 6 into g of y minus 5 is equal to 9 into what about g of y? g of y എന്ന് പറയുന്നത് ഈ കാണുന്ന root of y plus 6 minus 1 divided by 3 ആണ്. So we can write it is root of y plus 6 minus 1 divided by 3 the whole square plus 6 into g of y. What is g of y? This one. It is root of again root of y plus 6 minus 1 divided by 3. Okay. Minus 5. Here 9 into it is root of y plus 6 minus 1 the whole square divided by 3 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് അല്ലേ? പ്ലസ് 6 into ഈ 6ഉം വേണമെങ്കിൽ ഈ 3 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് 2 into root of y plus 6 minus 2 into 1 that is 2 minus 5. Okay. Then we get 9 into root of y plus 6 minus 1 the whole square. നമുക്കിത് ഈ കാണുന്നതെന്ന് പറയുന്നത് a minus b the whole square മോഡലിലേ കിടക്കുന്നത്. In place of a it is root of y plus 6 and in place of b it is 1. So we can write a minus b the whole square is equal to a square minus 2ab plus b square. So we can write root of y plus 6 into square. So root of y plus 6 the whole square minus 2 into root of y plus 6 plus 1 whole divided by 9 plus 2 into root of y plus 6 minus 7. Okay. In 9 and 9 got cancelled. Okay. Then we get what of root of y plus 6 the whole square? It is y plus 6 minus 2 into root of y plus 6. ഇവിടെ പ്ലസ് 1 ഉണ്ട്. ഇവിടെ പ്ലസ് 2 into root of y plus 6. ഇവിടെ മൈനസ് 7 ഉണ്ട്. See, minus 2 into root of y plus 6 and plus 2 into root of y plus 6 got cancelled. Now we have y. 6 plus 1 is 7. Here it is minus 7. Again plus 7 and minus 7 got cancelled. Then we get y. Hence we get
G composition f of x is equal to x and f composition g of y is equal to y. Both are identity functions. Okay, so we can write that is f composition g is equal to g composition f is equal to the identity function I. Okay, so we can write it is f inverse is equal to g, therefore f inverse of y is equal to g of y, and g of y is defined as root of y plus 6 minus 1 divided by 3. Hence we found in the inverse of f. Okay, analo. Next one is very important result. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. ഒറ്റ എണ്ണം മാത്രമേ, ഒരൊറ്റ ഇൻവേഴ്സ് മാത്രമേ ഒരു ഫംഗ്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ആണ് എൻ്റെ ഫംഗ്ഷൻ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ് ആക്ച്വലി. ആ റൂട്ട് എക്സ് മാത്രമേ അതിൻ്റെ ഇൻവേഴ്സായിട്ട് മാറത്തുള്ളൂ. വേറെ ഒരു ഫംഗ്ഷനും എന്താവത്തില്ല, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സായിട്ട് മാറത്തില്ല. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ഫംഗ്ഷന് ഇൻവെർട്ടബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് യുണീക്ക്. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും, 100% ഉറപ്പ്. അപ്പോൾ അത് നമുക്ക് ഷോ ചെയ്യണം. വി ഹാവ് ടു ഷോ ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്യാപിറ്റൽ എക്സ് ടു ക്യാപിറ്റൽ വൈ and it is given that it is an invertible function and we have to show that it is unique, it has a unique inverse. So that means f has one and only one inverse, ഒറ്റ ഇൻവേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഞാൻ പറയും, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്നുള്ള പറയുന്നൊരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വർഷം മാത്തമാറ്റിക് റീസണിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണമാണ് ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പറയുന്നു ഇറ്റ് ഹാസ് 2 ഇൻവേഴ്സസ്. ഞാൻ വിചാരിക്കുന്നു ഇതിന് എത്ര ഇൻവേഴ്സസ് ഉണ്ട്, 2 ഇൻവേഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം, ഇങ്ങനെ 2 ഇൻവേഴ്സസ് ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ, ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ച് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുന്നു. ദെൻ വി ക്യാൻ സേ ദാറ്റ് അവർ അസംഷൻ, നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ തെറ്റാണ്. നമ്മൾ എന്താ വിചാരിച്ചു തുടങ്ങിയത്, ഇറ്റ് ഹാസ് 2 ഇൻവേഴ്സസ്, നമുക്ക് 2 ഇൻവേഴ്സസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അസംഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ഓൺലി 1 ഇൻവേഴ്സ്. അതിന് എത്ര ഇൻവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ, ഒറ്റ ഇൻവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം പറയുന്ന സംഗതി ഇതാണ്. സപ്പോസ് എഫ് ഹാസ് 2 ഇൻവേഴ്സസ്, സപ്പോസ് എഫ് ഹാസ് 2 ഇൻവേഴ്സസ്, 2 ഇൻവേഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെടുക്കുന്നു. ആൻഡ് സേ we say that they are G1 and G2. It is very clear both the functions G1 and G2 are different from capital Y to capital X. G1 ഉം G2 എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കേണ്ടത്, വൈയിൽ നിന്ന് എക്സിലോട്ടായിരിക്കണം ഡിഫൈൻ ചെയ്തിരിക്കേണ്ടത്. കാരണം എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നേരെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറയാം എഫ് ഇതിന് 2 ഇൻവേഴ്സസ് G1 ഉം G2 ഉണ്ടെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ G1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ വൈയിൽ നിന്ന് എക്സിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതെനിക്ക് G2 എന്ന് പറയുന്നതും വൈയിൽ നിന്ന് എക്സിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഇനി എഫിൻ്റെ ഇൻവേഴ്സ് G1 ആണെന്നുണ്ടെങ്കിൽ, എഫിൻ്റെ ഇൻവേഴ്സ് G1 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് കോമ്പോസിഷൻ G1 എന്ന് പറയുന്നതും G1 കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈക്വലായിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നു എഫ് കോമ്പോസിഷൻ G1 ഓഫ് എക്സ് എടുക്കുന്നതും G1 കോമ്പോസിഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും ഐക്ക് ഈക്വലായിരിക്കും. ഇനി അതായത് ഐ എക്സിന് ഈക്വലായിട്ട്. ഇനി തിരിച്ച് എഫ് കോമ്പോസിഷൻ G2 ഓഫ് എക്സ് എന്ന് പറയുന്നതും G1 കോമ്പോസിഷൻ G2 കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും അതും ഐ എക്സിന് ഈക്വലായിരിക്കും. അപ്പോൾ ഈ 2 കണ്ടീഷൻസിൽ നിന്നും എനിക്കൊരു കാര്യം പറയാനൊക്കും, എനിഹൗ എഫ് കോമ്പോസിഷൻ G1 ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് കോമ്പോസിഷൻ G2 ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വലായിരിക്കും. ഇസ്ന്റ് ഇറ്റ്? കാരണം ഇത് 2 ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യപൂർവ്വം പറയാനൊക്കും എഫ് കോമ്പോസിഷൻ G1 ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് കോമ്പോസിഷൻ G2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഐഡൻറ്റിറ്റി ആയിരിക്കും, ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബൈ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എഫ് ഓഫ് G1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് G2 ഓഫ് എക്സ്. ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എഫ് ഈസ് ആൻ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണ്.
ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അവിടെ നമുക്ക് തറപ്പിച്ച് പറയാനൊക്കും ഇറ്റ് ഷുഡ് ബി ബോത്ത് 1 1 ആൻഡ് 1 2. അതെന്തായിരിക്കും 1 1 ആയിരിക്കും 1 2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എഫ് ഓഫ് g1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് g2 ഓഫ് എക്സിന് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവെർട്ടബിൾ, അപ്പോൾ അതുകൊണ്ട് ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എലമെന്റ്സുകൾ ഈക്വൽ ആയിരിക്കും. ഇമേജുകൾ ഈക്വൽ ആണെങ്കിൽ എലമെന്റ്സുകളും ഈക്വൽ ആയിരിക്കും. സോ വിച്ച് ഇംപ്ലൈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് g1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു g2 ഓഫ് എക്സ്. ബിക്കോസ് റീസൺ കൊടുക്കുക, എഫ് ഈസ് 1 1. എഫ് എന്ന് പറയുന്നത് എന്തായതുകൊണ്ടാണ്? 1 1 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. എഫ് ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് അത് 1 1 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കണ്ടീഷൻ എഴുതും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് g1 ഓഫ് എക്സ് ഇക്വൽ ടു g2 ഓഫ് എക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് എക്സ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ g1ൻ്റെ ഇമേജും g2ൻ്റെ ഇമേജും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോത്ത് ആർ സെയിം. വിച്ച് ഇംപ്ലൈസ് g1 ഈസ് ഈക്വൽ ടു g2. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് g1ഉം g2ഉം ഈക്വൽ ആണെന്ന് പറയും. അപ്പോൾ നമ്മളിതൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു എഫ് ഈസ് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് g1ഉം g2ഉം ഈക്വലാണ്. നമ്മൾ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ തെറ്റാണ്. എന്താണ് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഹാസ് 2 ഇൻവേഴ്സസ്. ഇതിന് 2 ഇൻവേഴ്സ് ഉണ്ടായിരുന്നു എന്നതായിരുന്നു നമ്മുടെ അസംഷൻ. സോ അവർ അസംഷൻ ഈസ് റോങ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ഓൺലി 1 ഇൻവേഴ്സ്, ഓർ വി ക്യാൻ സേ ദാറ്റ് എവറി ഫംഗ്ഷൻ ഹാസ് ആൻ യുണീക്ക് ഇൻവേഴ്സ്. ഹാസ് എ യുണീക്ക് ഇൻവേഴ്സ്. അതിനെന്തായിരിക്കും? യുണീക്ക് ഒറ്റ ഇൻവേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു കേസിനകത്ത് ഞാനിവിടെ പറഞ്ഞ എഫ് ഹാസ് 2 ഇൻവേഴ്സസ് g1 ആൻഡ് g2 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഈ ഒരു കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും. ചിലപ്പോൾ ചിലവരാണെങ്കിൽ എന്താണ് ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സോ പറയുമ്പോൾ അവരിങ്ങനെ പറയും, ഇങ്ങനെ എഴുതണമെന്ന് പറയും. എഫ് കോമ്പോസിഷൻ g1 ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് കോമ്പോസിഷൻ g1 ഓഫ് വൈ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ g2 ഓഫ് എക്സ് എന്ന് പറയുന്നു, അത് ഈക്വലാണ്, ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈക്വലാണ് എന്നേ എഴുതാൻ പാടുള്ളൂ എന്ന് പറയും. അവർ പറയുന്നതാണ് g1 കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ g1 ഓഫ് വൈ അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ g2 ഓഫ് വൈ എന്ന് തന്നെ നിർബന്ധമായിട്ട് എഴുതണമെന്നാണ്. അങ്ങനെ ഒരു നിയമം ഇല്ല കേട്ടോ. ബിക്കോസ് നമ്മൾ പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ എന്താണോ വേരിയബിൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇമേജ് എപ്പോഴും ആ വേരിയബിൾ തന്നെ ആയിരിക്കണം. അതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. സോ വി ക്യാൻ പുട്ട് എക്സ് വൈ ഇസഡ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ്സ് അപ് ടു അസ്. നമ്മളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഇവിടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കും. ഞാനിതിപ്പോൾ രണ്ടും കാണിച്ചിരിക്കുന്ന വേറൊന്നുമല്ല. ഇത് g1 എന്ന് പറയുന്നത് ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് ഈ കണ്ടീഷനും g2 ഇൻവെർട്ടബിൾ രണ്ടും ഒരേ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ മീൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. വേറെ ഏതെങ്കിലും ടെസ്റ്റ് റെഫർ ചെയ്യുമ്പോഴോ നോട്ട് റെഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ക്ലാസ് കേൾക്കുമ്പോഴോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇങ്ങനെ തന്നെ നിർബന്ധമായിട്ടും എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് ആക്സെപ്റ്റ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നമുക്ക് ഇത് 2 മെത്തേഡിൽ എഴുതി കഴിഞ്ഞാലും ശരിയെന്ന് പറഞ്ഞ് ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം അവിടെ എന്താണ് റീസൺ എന്ന് ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ ഈ രീതിയിൽ എഴുതുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ടിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ആൻസർ ചെയ്തുകൊള്ളണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ പ്രൂഫ്.